നമസ്കാരം. പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾക്ക് എൽ ഡി എഫിൽ സ്ഥാനമില്ല, സി പി എമ്മിലും സി പി ഐയിലൊന്നും സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സഖാവ് ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക്. ഇനി ശരിക്കും സഖാവായി അദ്ദേഹം കോൺഗ്രസിനൊപ്പമാണോ ബി ജെ പിക്കൊപ്പമാണോ എന്നറിയില്ല, കോൺഗ്രസിലേക്കാണ് എന്ന് പറയുന്നുമുണ്ട്. എനിക്ക് ജി സുധാകരൻ എന്ന വ്യക്തി സുധാകരൻ സാറാണ്. അദ്ദേഹവുമായിട്ട് ദീർഘകാല പരിചയമുണ്ട്. പക്ഷെ അത് പൊളിറ്റിക്കൽ അല്ല, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ബ്ലോഗ് എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. 2013 കോഴിക്കോട് വെച്ച് നടന്ന ഈമഷി വാർഷിക പരിപാടിയിൽ വെച്ചിട്ട് ജിലു ആഞ്ചലയുടെ ഓർമ്മച്ചപ്പുകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം നടത്തുകയുണ്ടായി. അത് പ്രശസ്ത കവി പി കെ ഗോപി എനിക്ക് തന്നുകൊണ്ടായിരുന്നു നിർവഹിച്ചിരുന്നത്. അന്ന് ഞങ്ങള് രണ്ടുപേരുടെയും ഇടയിലായിട്ട് സൈഡില് ഗസ്റ്റായിട്ട് വന്നതാണ് ജി സുധാകരൻ സാറ്. അന്നത്തെ ഒരു ഡയലോഗുണ്ട്, മലയാളി പെരുങ്ങോടൻ എടുത്തിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഈ ഫോട്ടോ, ഇതിന് അനുബന്ധമായിട്ടൊരു അടിക്കുറിപ്പ് മത്സരം നടത്തുകയുണ്ടായി. എന്താണ് ജി സുധാകരൻ സാറിന്റെ മനസ്സിലുള്ളത് എന്നാണ് ചോദ്യം. അതിന് പലരും രസകരമായ അടിക്കുറിപ്പുകൾ എഴുതി. അതില് സമാനാർഹമായ ഒരു അടിക്കുറിപ്പാണ്, ഇവനെ പാർട്ടിയിലെടുത്താൽ അടുത്ത പാർട്ടി സമ്മേളനത്തിന് ഒരു കൊടിമരമാക്കാം, ഒന്ന് ചോദിച്ചാലോ എന്ന്. യഥാർത്ഥത്തിൽ സുധാകരൻ സാർ എന്താണ് ഉദ്ദേശിച്ചെന്ന് നമുക്കറിയില്ല, എങ്കിലും ആ ഒരു അടിക്കുറിപ്പ് അന്ന് ഹിറ്റായിരുന്നു. ജി സുധാകരൻ സാറിനെ ഞങ്ങൾക്കറിയാവുന്നത് ഒരു ബ്ലോഗർ എന്ന നിലയിൽ, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കഥയെ പറഞ്ഞ് അന്ന് മുതലേ ഒരു ബ്ലോഗ് എഴുത്തുകാരനാണ്. ജി സുധാകരൻ എന്ന ബ്ലോഗില് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്, കവിത തന്നെ അവസാനം, പ്രപഞ്ചത്തിന് അവസാനം, അവ രണ്ടും തമ്മിലൊന്നും വേർപിരിയില്ല. ഇടിവെട്ട് മുഴക്കുമ്പോൾ, കവിതകൾ മുഴങ്ങുമ്പോൾ അതിദൂരെ മോചനത്തിൻ പ്രഭ പൊട്ടിവിടർന്നിടും. കവിതയ്ക്കു കാലമില്ല, പ്രപഞ്ചത്തിന് അതിരില്ല. കവിത ഈ പ്രപഞ്ചത്തിൽ കരളാണല്ലോ, അത് കരളിലെ കനിവാണല്ലോ എന്ന്. അദ്ദേഹത്തിന്റെ ബ്ലോഗില് വിവിധ ലേഖനങ്ങള്, കവിതകള്, അഭിമുഖങ്ങള്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങള് എല്ലാം വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയുടെ അന്നത്തെ കാലം എന്ന് പറയുന്നത് ബ്ലോഗ് എഴുത്തിന്റെ കാലമാണ്. അന്ന് തന്നെ സോഷ്യൽ മീഡിയയുടെ ശക്തി എന്താണ് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജി സുധാകരൻ എന്ന നമ്മുടെ സുധാകരൻ സാർ. പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ഒരു മിതവാദിയായിരുന്നു എന്ന് പറയാം. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ധാരാളം ശത്രുക്കളും അതല്ലെങ്കിൽ ചാണക്യന്മാരും ഒക്കെ ഉള്ള ആ വഴിയിൽ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു കലാഹൃദയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരല്പം ആ ഒരു വഴിയെയാണ് സഞ്ചരിച്ചിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആരെങ്കിലുമായി തല്ലുകൂടുന്നൊന്നും കണ്ടിട്ടില്ല. അതേസമയം മൂക്കത്താണ് ചുണ്ടി എന്ന് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. പക്ഷെ വളരെ സൗമ്യ ഹൃദയനാണ്. വളരെ പെട്ടെന്ന് തന്നെ തണുത്ത് നമ്മളോട് സംവദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സുധാകരൻ സാറിനെ എന്തോ നമുക്കൊക്കെ ഒരു ബ്ലോഗർ എന്ന നിലയിൽ വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ് അന്നും ഇന്നും. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല. ഈ അടുത്ത കാലത്ത് ഒന്ന് വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞപ്പോ തിരക്കാണ് പോരു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പോകാൻ കഴിഞ്ഞിട്ടില്ല. പോണം. ഇനി എന്തായാലും ഒന്ന് പോയി അദ്ദേഹത്തെ കണ്ട് ഇരുന്ന് പഴയ ബ്ലോഗ് സങ്കല്പങ്ങളും അന്നത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നു. ഏതായാലും ജി സുധാകരനെ പോലെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ എം വി ഗോവിന്ദൻ വളർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ, ഞാൻ മത്സരിക്കുന്നില്ല, അതിനൊന്നും നടക്കില്ല എന്നൊരു ധാർഷ്ട്യത്തോടെ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും പോരാ തൊലിക്കെട്ടി. അതായത് പാർട്ടി ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു. നവകേരള ധൂർത്ത് യാത്ര ഉണ്ടായിരുന്നല്ലോ. ആ നവകേരള ധൂർത്ത് യാത്ര ആ വിധത്തിൽ നടത്തുന്നതിനോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്ന ഒരാളാണ് ജി സുധാകരൻ എന്നാണ് എന്റെ ഒരു ധാരണ. കാരണം അന്നത്തെ ആ ഒരു പ്രഖ്യാപനങ്ങളും ചില പ്രസംഗങ്ങളും ചില സംസാരങ്ങളും ഒക്കെ നമ്മൾ കേട്ടിരുന്നതാണ് മനസ്സിലാകുന്നത്. അതായത് ഉമ്മൻചാണ്ടിയെ അനുകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനേക്കാളും നന്നായി വേണം ആ പരിപാടി നടത്താൻ. അതിനേക്കാൾ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വിധത്തിലായിരിക്കണം. അങ്ങനെയാണ് എന്ന് പ്രതീക്ഷിച്ചതാണ് മലയാളികളായ പലരും. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, യാത്ര തുടങ്ങിയതിന് ശേഷമാണ് കഥ മാറിയത്. ഈ മന്ത്രിമാരെ ആരെയും നേരിട്ട് കാണാനൊന്നും പറ്റില്ല. നേരത്തെ പരാതി കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ അതേ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് തന്നെ പരാതി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവർക്കെതിരെയുള്ള പരാതി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ മന്ത്രിയും ബാക്കിയുള്ളവരും ഒക്കെ പൗരപ്രമുഖരുടെ വീടുകളിൽ കയറി ഇറങ്ങി നടക്കുന്ന സാഹചര്യത്തിൽ അന്ന് വളരെ ശക്തമായ അതിന്റെ ഒരു വിയോജന കുറിപ്പ് പാർട്ടിന്റെ ഉള്ളിൽ നിന്നുള്ള എന്താ പറയാ, അതിന്റെ ചില പരിധികളും പരിമിതികളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സഖാവ് എന്ന പദത്തിന് തികച്ചും യോഗ്യനായിരുന്ന അദ്ദേഹം തികച്ചും സഖാവായി പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു പറ്റം രക്ഷപ്പെട്ടു. ഈ ഒരു വട്ടക്കൂട് ചട്ടക്കൂടുണ്ടല്ലോ, അതായത് കെട്ടുപാടെന്ന് പറയും, കഴുത്തിൽ കയറിട്ടിട്ട് പിടിച്ചിട്ട്
ആ കുറ്റിക്ക് ചുറ്റും കറങ്ങുന്ന ആ ഒരു കറക്കത്തിൽ നിന്ന് അദ്ദേഹം മോചിതനാകാൻ അല്പം വൈകിയോ എന്ന് മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ. Different angles. Don't forget to subscribe and support this channel.